ജനാസ നമസ്കാരത്തിൽ പാരായണം ചെയ്യേണ്ടത് എന്താണ്, പറയേണ്ടത് എന്താണ്? ജനാസ നമസ്കാരത്തിന്റെ രൂപമൊക്കെ നമുക്കറിയാം, ഒന്നും വിശദീകരിക്കേണ്ടതില്ലല്ലോ. അപ്പൊ അതിൽ എന്താണ് പാരായണം ചെയ്യേണ്ടത് എന്നാണ്. ജനാസ നമസ്കാരം അത് 4 റക്അത്താണല്ലോ, അല്ലെങ്കിൽ 4 തക്ബീറാണ്, രണ്ടും പറയും. ഒന്നാമത്തെ തക്ബീറിൽ ഫാത്തിഹയാണ്, ദുആ ഉൽ ഇസ്തിഫ്താഹ് ഇല്ല, വജ്ജഹത്തു ഒന്നുമില്ല, ഫാത്തിഹയാണ്. രണ്ടാമത്തെ റക്അത്തിൽ സ്വലാത്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള സ്വലാത്ത്. മൂന്നാമത്തേതിൽ ദുആ ആണ്, നാലാമത്തേലും ദുആ ആണ്. മനസ്സിലായില്ലേ? വ്യത്യാസമൊന്നുമില്ല. ഇതാണ് സ്വലാത്തുൽ ജനാസ. അപ്പൊ ഈ ജനാസ നമസ്കാരത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ നമ്മൾ ചൊല്ലേണ്ടത് എന്നാണ്. നമ്മളൊക്കെ പഠിച്ചു വെച്ച ഒരു പ്രാർത്ഥന ഉണ്ട്, അതന്നെയാണ് ഈ ഹദീസിലുള്ളത്. عن أبي عبد الرحمن عوف بن مالك رضي الله عنه قال صلى رسول الله صلى الله عليه وسلم على جنازة فحفظت من دعائه وهو يقول اللهم اغفر له وارحمه وعافه واعف عنه وأكرم نزله ووسع مدخله واغسله بالماء والثلج والبرد ونقه من الخطايا كما نقيت الثوب الأبيض من الدنس وأبدله دارا خيرا من داره وأهلا خيرا من أهله وزوجا خيرا من زوجه وأدخله الجنة وأعيذه من عذاب القبر ومن عذاب النار എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. മനസ്സിലായില്ലേ? ഇദ്ദേഹം പറയാണ്, ഈ സഹാബി പറയാണ്, ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഈ പ്രാർത്ഥന കേട്ടപ്പോൾ ഹത്താ തമന്നൈതു, ഞാൻ ആഗ്രഹിച്ചു പോയി, അൻ അകൂന ദാലിക്കൽ മയ്യിത്ത്, ആ മയ്യിത്ത് ഞാനായിരുന്നെങ്കിൽ എന്ന്. തമന്നൈതു അൻ അകൂന ദാലിക്കൽ, നമ്മളാരും അങ്ങനെ ആഗ്രഹിക്കാറില്ല. അതെന്താ വെച്ചാൽ ആ പ്രാർത്ഥന എന്താന്ന് മനസ്സിലായപ്പോൾ ഉണ്ടായ ഒരു വികാരമാണ് അത്. ആ പ്രാർത്ഥനയുടെ അതിൻ്റെ ആശയം മനസ്സിലായപ്പോൾ ഉണ്ടായ ഒരു വികാരമാണ് യഥാർത്ഥത്തിൽ അത്. എന്താണ് ഈ പ്രാർത്ഥന? നമ്മൾ സാധാരണ ചൊല്ലാറുണ്ട്. 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ഒന്ന്, നമ്മൾ ചെല്ലണയിൽ വല്ല തെറ്റുണ്ടോ എന്നൊന്ന് നോക്കിക്കളി, അപ്പം സൗകര്യമാണ് നോക്കാൻ. രണ്ടാമത്തേത്, എന്താണ് പ്രാർത്ഥിക്കുന്നത് എന്ന് നമ്മളൊന്ന് അറിയണം. മനസ്സിലായില്ലേ? അപ്പോഴേ അതിനൊരു ടച്ചിങ് ഉണ്ടാവും. എന്താണ് പറയണത് നമ്മൾ അറിഞ്ഞാൽ. അപ്പൊ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്? അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു, അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു, അല്ലാഹുവേ അവന് നീ പുറത്തു കൊടുക്കണമേ. ഇഗ്ഫിർ ലഹു, ഗഫറ എന്ന് പറഞ്ഞാൽ 2 സംഗതികളാണ്. ഒന്ന് മായ്ച്ചു കളയുക, 2 മൂടി വെക്കുക. 2ഉം ഗഫറയാണ്. അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് 2ഉമാകാം. അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു മൂടി വെക്കലുമാകാം, മായ്ച്ചു കളയലുമാകാം. അള്ളാഹുവിനോട് ആവശ്യപ്പെടും. അതാണ് യഥാർത്ഥത്തിൽ പൊറുക്കുക എന്ന് പറഞ്ഞാൽ. ഗഫറ എന്നുള്ള പദത്തിന്റെ യഥാർത്ഥ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്, അടിസ്ഥാന അർത്ഥം. മായ്ച്ചു കളയുക അല്ലെങ്കിൽ മൂടി വെക്കുക. മിഗ്ഫർ എന്ന് പറയും ഈ തലയിലിടുന്ന ക്യാപ്പിന് അറബിയിൽ. എന്താ വെച്ചാൽ തല മറക്കുന്ന സാധനം എന്ന അർത്ഥത്തിൽ മിഗ്ഫർ, എന്നാണ് ഗഫറ വന്നത്. അപ്പൊ അള്ളാഹുവിനോട് നമ്മൾ എന്താ ആവശ്യപ്പെടുന്നത്? ഇയാളുടെ തെറ്റുകൾ മായ്ച്ചു കളയണം, അല്ലെങ്കിൽ അത് മറച്ചു വെക്കണം. അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു. രണ്ടാമത്തേത് വർഹംഹു, അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു വർഹംഹു. റഹ്മത്ത്, കരുണ ചെയ്യണം എന്നാണ് വർഹംഹു. മഗ്ഫിറത്തും ഉണ്ട്, മർഹമത്തും നമ്മൾ പറയാറുണ്ട് അല്ലെ? രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം? കരുണ എന്നതിൽ, റഹ്മത്ത് എന്നതിൽ മഗ്ഫിറത്ത് പെടും.
റഹ്മത്ത് കുറച്ചുകൂടി വിശാലമാണ്, മഗ്ഫിറത്ത് ചെറുതാ. മനസ്സിലായില്ലേ? റഹ്മത്തിൽ എന്തും കൂടി പെടും. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽപ്പെട്ടതാണ് നാം ചെയ്ത തെറ്റുകളെ അള്ളാഹു മായ്ച്ചു കളയുക അല്ലെങ്കിൽ മറച്ചു വെക്കുക എന്നത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഒന്നിനേക്കാൾ വലുതാണ് മറ്റ്. മഗ്ഫിറത്തിനേക്കാൾ വലുതാണ് എന്ത്? മർഹമത്ത്. മനസ്സിലല്ലേ? അതുകൊണ്ട് തന്നെ ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ അസ്മാകളിൽ റഹ്മാനും റഹീമുമാണ് ഗഫൂറിനേക്കാൾ ശക്തിയുള്ളത്. റഹ്മാനും റഹീമുമാണ് ഗഫൂറിനേക്കാൾ ശക്തിയുള്ളത്. എന്താ കാരണം എന്ന് മനസ്സിലായല്ലോ? ഗഫൂറിന്റെ അർത്ഥത്തെക്കാൾ ആശയത്തെക്കാൾ വിപുലമാണ് റഹീമിന്റെ ആശയം. അപ്പൊ അല്ലാഹു മഗ്ഫിർ ലഹു വർഹംഹു. ഓക്കെ. പിന്നെ വആഫിഹി വഅഫു അൻഹു. വആഫിഹി നമ്മൾ സാധാരണ പറയുന്ന ഒരു പദമാണ് ആഫിയത്ത് എന്നത്. ആഫിയത്ത് അല്ല, എന്താ ആഫിയത്ത് എന്ന് പറഞ്ഞാൽ? സൗഖ്യം, സുഖം എന്നൊക്കെയാണല്ലോ അല്ലെ? ഇവിടെ ഉദ്ദേശിക്കുന്ന ആഫിഹി എന്ന് പറഞ്ഞാൽ ആഫിഹി മിനൽ അദാബ് അല്ലെങ്കിൽ ആഫിഹി മിനൻ നാർ എന്നാണ്. ശിക്ഷയിൽ നിന്ന് അവന് നീ സുഖം നൽകണമേ. ശിക്ഷയിൽ നിന്ന് സുഖം നൽകുക എന്ന് പറഞ്ഞാൽ അവനൊരു ശിക്ഷ നീ നൽകരുതേ എന്നർത്ഥം. അതാണ്. അതല്ലാതെ ജീവിച്ചിരിക്കുന്നവർക്കുള്ള ആഫിയത്തല്ല, മരിച്ചവർക്കുള്ള ആഫിയത്ത് എന്നർത്ഥം. ഈ മയ്യത്തിന് ശിക്ഷ കിട്ടാതിരിക്കുക എന്നതാണ് മരിച്ചാലുള്ള എന്ത്? ആഫിയത്ത്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ അല്ലാഹു മഗ്ഫിർ ലഹു വർഹംഹു പിന്നെ വആഫിഹി മൂന്നെണ്ണമായി. നാലാമത്തേത് വഅഫു അൻഹു. വഅഫു അൻഹു നമ്മൾക്ക് സാധാരണ അറിയുന്ന പദമാണ്. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ. അതേ സാധനമാണ്. എന്താണ് അഫ്വ് എന്ന് പറഞ്ഞാൽ? അഫ്വ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മായ്ച്ചു കളയുക എന്നാണ്. സാധാരണ മായ്ക്കലല്ല. അറബി ഭാഷയിൽ ഒരു കൊടുങ്കാറ്റ് വന്ന് ഇവിടെയുള്ള ഒരു സാധനത്തെ മായ്ച്ചു കളയുക, ഇല്ലാതാക്കുക, അതിനാണ് അഫ എന്ന് പറയുന്നത്. ഇപ്പൊ ചില സ്ഥലത്ത് മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പം ചില സ്ഥലത്ത് ഇങ്ങനെ മണൽ കൂനുണ്ടാവും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ആ വഴി കൂടെ തന്നെ വന്നാൽ ആ മണൽ കൂനുണ്ടാവില്ല. എന്താ ചെയ്തത്? ഈ കാറ്റ് വന്നിട്ടുണ്ട്, അതിനുണ്ട് നിരത്തിയതാണ്. അതാ മായ്ച്ചതാണ്. അതിനാണ് എന്ത് പറയാ? അഫു. മനസ്സിലായില്ല? ആണ് അതിന്റെ അടിസ്ഥാന അർത്ഥം. അല്ലാഹു തആല, അള്ളാഹുവിന്റെ പേരാണ് അഫൂവ്. അള്ളാഹു ആരാണ്? ഇങ്ങനെ മായ്ച്ചു കളയുന്നവനാണ് അള്ളാഹു. എങ്ങനെ? അങ്ങനെ ഒരു സംഭവം ഇയാളുടെ ജീവിതത്തിൽ ഇല്ല എന്ന രീതിയിൽ മായ്ച്ചു കളയും. അതാണല്ലോ ഈ കൊടുങ്കാറ്റ് ചെയ്തത്. അതാണ്. അപ്പൊ നമ്മൾ ആ പദമൊക്കെ ചെല്ലുമ്പോ അതിൻ്റെ ആ വിശാലമായ ആശയം നമ്മുടെ മനസ്സിലിങ്ങനെ വരും. അപ്പോഴാണ് ഈ പ്രാർത്ഥന ഒരു നന്നാവുള്ളൂ. അല്ലാഹു മഗ്ഫിർ ലഹു അല വഅഫു അൻഹു അല്ലേ? വഅഫു അൻഹു. അപ്പൊ എന്താണ് അള്ളാഹുവിനോട് മായ്ക്കാൻ നമ്മൾ പറയുന്നത്? ഇവന്റെ തെറ്റുകൾ മായ്ക്കാൻ വേണ്ടി പറയാം. അപ്പൊ നമ്മളിപ്പം മഗ്ഫിറത്ത് പറഞ്ഞു, മർഹമത്ത് പറഞ്ഞു, ആഫിയത്ത് പറഞ്ഞു, അഫു പറഞ്ഞു. ഒക്കെ വേറെയാണ് കേട്ടോ. മനസ്സിലായല്ലോ? ഒക്കെ വേറെയാണ്, എല്ലാം ഒന്നല്ല. ഓക്കെ. ഇനി വഅക്രിം നുസ്ലഹു. അക്രിം, ഇക്റാം ചെയ്യാൻ നമുക്ക് പറയണ്ടല്ലോ. എന്താണ് ഇക്റാം ചെയ്യാന്ന് പറഞ്ഞാൽ? എന്താ? ആദരിക്കുക, റെസ്പെക്ട് ചെയ്യുക, ബഹുമാനിക്കുക. ഇതൊക്കെയാണ് ഇക്റാം. എന്ത് കൊടുത്ത് ഇക്റാം ചെയ്യണമെന്നാ? എന്ത് കൊടുത്ത് ആദരിക്കണം എന്നാ പറയുന്നത്? അക്രിം നുസ്ലഹു. നുസ്ല് നൽകി ആദരിക്കണം. എന്താണ് നുസ്ല് എന്ന് പറഞ്ഞാൽ? വിരുന്നുകാരന് വേണ്ടി ഒരുക്കുന്നത് എന്താണോ അതാണ് നുസ്ൽ.
വിരുന്നുകാരന് വേണ്ടി ഒരുക്കുന്നത് എന്താണോ അതാണ് നുസിൽ. നസല എന്ന് പറയും വിരുന്ന് വരണേന്. നുസിൽ അതാണ്. വിരുന്നുകാരൻ എന്താ ഒരുക്കുക? വിഭവങ്ങൾ ഒരുക്കും, വലിയ സൽക്കാരം ഒരുക്കും. എങ്ങനെയാണ് ഒരുക്കല്? വരുന്ന ആളുടെ അല്ലേ ആണ് നുസിൽ. ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് നുസിൽ കാണാം. നുസുലം മിൻ ഗഫൂരിർ റഹീം. നുസുലം മിൻ ഗഫൂരിർ റഹീം സൂറത്തുൽ കഹ്ഫിലുണ്ട്. ഇന്നല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല. ആ നുസുലാണ് നമ്മൾ മയ്യിത്ത് കിടത്തിയിട്ട് പറയുന്നത്. വഅക്രിം നുസുലഹു, നല്ല സൽക്കാരം കൊടുക്കണം റബ്ബേ ഇവന്. അള്ളാഹുവിനോട് പറയാം നല്ല സൽക്കാരം, ഒരുപാട് പ്രതിഫലം, ഒരുപാട് സുഖമുള്ള ജീവിതം നൽകണമെന്നാണ്. എന്ത്? വഅക്രിം നുസുലഹു. മനസ്സിലായല്ലോ അല്ലേ? പിന്നെ വവസ്യ മുദ്ഖലഹു. മദ്ഖലഹു എന്നായിരിക്കും നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാകുക. അതും ശരിയാണ്, മാറ്റൊന്നും വേണ്ട. മനസ്സിലായില്ലേ? മുദ്ഖലഹു എന്നും ഉച്ചാരണമുണ്ട്, മദ്ഖലഹു എന്നും ഉച്ചാരണമുണ്ട്. മദ്ഖൽ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് പ്രവേശിക്കാനുള്ള സ്ഥലം. ദഖല എന്ന് പറഞ്ഞാൽ പ്രവേശിച്ചു. മയ്യത്തിന് പ്രവേശിക്കാനുള്ള സ്ഥലം ഏതാ? ഖബറാണ്. അപ്പൊ മദ്ഖൽ അല്ലെങ്കിൽ മുദ്ഖൽ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? ഖബറാണ്. എന്താ പറഞ്ഞത്? വസ്യ മദ്ഖലഹു. വസ്സ എന്ന് പറഞ്ഞാൽ വിശാലമാക്കുക. ഇവന്റെ ഖബറിനെ വിശാലമാക്കണമേ ആണ് മദ്ഖൽ. മദ്ഖൽ എന്നൊക്കെ പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഖബറാണ്. മനസ്സിലായല്ലോ? എന്താണ് ഖബറിനെ വിശാലമാക്കുക എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, ഖബർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയ ഖബറ് വളരെ ഇടുങ്ങിയതാണ്. മനസ്സിലായി? അത്രയും നമുക്ക് കഴിയുള്ളൂ. കാരണം എല്ലാവരെയും വേണ്ട അത് കൊണ്ടേ വെക്കാൻ സ്ഥലമാണല്ലോ, അത്രേ കഴിയുള്ളൂ. പക്ഷെ അള്ളാഹുവിന് എന്ത് കഴിയും? അത് അള്ളാഹു അത് വിശാലമാക്കും. അള്ളാഹു അത് വിശാലമാക്കും. പിന്നെ വഗ്സിൽഹു. വഗ്സിൽഹു എന്നാട്ടോ പറയേണ്ടത്. വഗ്സിൽഹു. ഗസല പറഞ്ഞാൽ കഴുകി, കുളിപ്പിച്ചു എന്നൊക്കെ അർത്ഥമുണ്ട്. ഗസ്സൽഹു. ഗുസ്ൽ എന്ന് പറയും കുളിക്കുക. ഗസ്സല, ഗുസ്ൽ. വഗ്സിൽഹു. അദ്ദേഹത്തെ, മയ്യത്തിനുണ്ട് പറയണത്. അദ്ദേഹത്തെ എന്ന് പറഞ്ഞാൽ മയ്യത്തിനെ നീ വൃത്തിയാക്കണമേ, ശുദ്ധിയാക്കണമേ, കഴുകണമേ. ബിൽ മായി. 3 സാധനം കൊണ്ട് കഴുകാൻ പറയുന്നുണ്ട്. ഒന്ന് മാ ആണ്, വെള്ളം, എല്ലാവർക്കും അറിയാലോ. രണ്ടാമത്തേത് സെൽജാണ്, ഐസ്. സെൽജ് നമ്മൾ ഐസിന് പറയല്ലോ, ഐസ്. ബർദ് എന്ന് പറഞ്ഞാൽ തണുത്ത വെള്ളം. 3 സാധനം കൊണ്ട് കഴുകാൻ പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? വഗ്സിൽഹു ബിൽ മാഇ വസ്സൽജി വൽ ബർദ്. എല്ലാവർക്കും അറിയാലോ ഈ 3 സാധനവും. പക്ഷേ ഒരു സംശയം നമുക്ക് എന്താ വെച്ചാൽ, എന്താ ഈ 3 സാധനം കൊണ്ട് കഴുകാൻ പറയണേ? വെള്ളം കൊണ്ട് കഴുകാൻ പറഞ്ഞത് ഓക്കെ. ഈ ഐസും തണുത്ത വെള്ളവും തമ്മിൽ എന്താ? ആരെയും കഴുകലുണ്ട്? ഐസ് കൊണ്ട് നിങ്ങൾ ആരെയും കഴുകി നോക്കിയോ? ഇല്ലല്ലോ. പിന്നെന്താണ് ആ പറയണത്? നമ്മൾ കുറെ കാലം പ്രാർത്ഥിക്കണം. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഉസ്താദായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയോട് ഈ ചോദ്യം ചോദിച്ചു. ഇപ്പൊ നമ്മൾ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, എന്താണ് ഈ ദുആന്റെ അർത്ഥം? വഗ്സിൽഹു ബിൽ മാഇ വസ്സൽജി വൽ ബർദി മാ വജ്ഹുഹു. എന്താണ് അതിന്റെ ആശയം? അപ്പൊ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാം. ഇവിടെ എന്നിട്ട് ഇമാം ഇബ്നുൽ ഖയ്യിം ചോദിച്ചത് ഇങ്ങനെയാണ്:
അന്നദുനൂബ ലാ തഗ്സലു ബിൽമാ. ഇവിടെ ഉദ്ദേശം ഇയാളുടെ പാപങ്ങളാണ്, അല്ലാതെ ഇയാളെ ശരീരത്തിലൊന്നുമില്ല, നമ്മൾ കുളിപ്പിച്ചിട്ടല്ലേ കൊണ്ടോണേ, ശരീരത്തിലൊന്നുമില്ല. ഉദ്ദേശിക്കുന്നത് പാപങ്ങളാണ്. പാപങ്ങൾ യഥാർത്ഥത്തിൽ വെള്ളം കൊണ്ട് കഴുകാറുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ തെറ്റ് ചെയ്തിട്ട് വെള്ളം കൊണ്ട് നമ്മൾ കഴുകലുണ്ട്? ഇല്ല. ഓക്കെ, എന്താണ് പിന്നെ ഇവിടെ വെള്ളവും ഐസും മഞ്ഞും തണുത്ത വെള്ളവും ഒക്കെ പറയുന്നത് എന്താണ്? അദ്ദേഹത്തിന്റെ ചോദ്യം. അദ്ദേഹം വീണ്ടും ചോദിച്ചു, എന്തിനാണ് ഈ തണുത്ത വെള്ളം എന്ന് പറഞ്ഞത്? അൽമാഉൽ ഹാർ അബ്ലഗു ഫി തത്ഹീരി വത്തൻദീഫ്. വൃത്തിയാക്കാൻ ഏറ്റവും നല്ലത് ചൂടുവെള്ളമല്ലേ? വൃത്തിയാക്കാൻ ഏറ്റവും നല്ലത് ചൂട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ തണുത്ത വെള്ളം എന്ന് പറഞ്ഞത്? അതിന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ഇങ്ങനെ മറുപടി പറഞ്ഞു. ഞാൻ എന്തിനാ പറയണതെന്ന് വെച്ചാൽ, എന്താണ് ഈ ചെല്ലണതെന്ന് നമുക്കൊരു ബോധം ഉണ്ടാണല്ലോ. ഐസ് കൊണ്ട് എങ്ങനെ കഴുകാൻ നമ്മൾ ഇതുവരെ ആലോചിച്ചിട്ടില്ലല്ലോ. ഐസ് ഉരുകിയാലല്ലേ വെള്ളം ഉണ്ടാവുള്ളൂ. ഓക്കെ, ശൈഖുൽ ഇസ്ലാം മറുപടി പറഞ്ഞത്, അന്ന ശഹവാത്ത് വദ്ദുനൂബ് വൽ മആസി തൂറസു ഹറാറതൻ ഫിൽ ഖൽബ്. മനുഷ്യന്റെ തെറ്റുകൾ, പാപങ്ങൾ, ഇച്ഛയോടുള്ള ഭ്രമം, ഇതൊക്കെ യഥാർത്ഥത്തിൽ ഹൃദയത്തിൽ കടുത്ത ചൂട് ഉണ്ടാക്കുന്നുണ്ട്. ഹൃദയത്തിന് ആവശ്യം തണുപ്പ, എന്തല്ല ചൂടല്ല. ശരീരത്തിന് ആവശ്യം ചൂടാണ്. അതാണ് ശരീരവും ഹൃദയവും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഹൃദയത്തിന് ആവശ്യം തണുപ്പാണ്. ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് അവന്റെ ഹൃദയം ഹീറ്റാവുകയാണ്. നമ്മളിപ്പോ വണ്ടി ഓടിച്ചാൽ കുറേ ഓടിച്ചാൽ ഇതൊന്ന് പിന്നെ തണുപ്പിക്കലുണ്ടല്ലോ. തണുപ്പിക്കലില്ല, എഞ്ചിനൊന്ന് തണുപ്പിക്കണം എന്നാ പറയാം. അങ്ങനെ തന്നെയാ പറയാം. മനുഷ്യന്റെ എഞ്ചിനാണ് സാധനം. ഹൃദയം മനുഷ്യന്റെ എഞ്ചിനാണ്, ഇത് തണുപ്പിക്കണം. ഇത് ചൂടാകണത് എന്തുകൊണ്ടാണ്? മനുഷ്യന്റെ ഇച്ഛകൾ കാരണം ഇത് ചൂടാവും. ഒരാൾ തന്റെ ഇച്ഛകൾക്ക് അടിമപ്പെടുമ്പോൾ സംഭവിക്കുന്നത് അദ്ദേഹത്തിന്റെ ഹൃദയം ചൂടാവുകയാണ്. തെറ്റ് ചെയ്യുമ്പോൾ, പാപങ്ങൾ ചെയ്യുമ്പോൾ, അതിന്റെ അഡിക്ഷൻ വരുമ്പോൾ മനുഷ്യന് സംഭവിക്കുന്നത് ചൂടാകുക മാത്രമല്ല, ശൈഖുൽ ഇസ്ലാമിന്റെ അടുത്ത വാചകം വളുഅഫൻ, ഹൃദയം ദുർബലമാകും. ഹൃദയം ദുർബലമാകും. നമുക്കൊരു അനുഭവം ഉണ്ടാവും. ഇച്ഛകളെ നമ്മൾ എത്ര തലയിലേറ്റി എന്റെ പിന്നാലെ നടക്കുന്നുവോ അതിനനുസരിച്ച് നമ്മളുടെ ഈ മനോധൈര്യം കുറഞ്ഞു പോകും. അത് ഹൃദയത്തിന് വരേണ്ടതാണ്. ഹൃദയത്തിന്റെ സ്ഥൈര്യവും ധൈര്യവും ഒക്കെ കുറഞ്ഞു പോകും. അപ്പം ദുർബലത വരും. അതുപോലെ ഇർത്തിഖ എന്ന് പറഞ്ഞാൽ ആഡംബര ഭ്രമം വർദ്ധിക്കും. മനുഷ്യൻ സുഖിക്കാനുള്ള ഭ്രമം വർദ്ധിക്കും. 3 സംഗതികൾ സംഭവിക്കും. 3ഉം ഹൃദയത്തിനാണ് സംഭവിക്കുന്നത്. 1, ഹൃദയം ചൂടാകും. 2, ഹൃദയം ദുർബലമാകും. 3, ഹൃദയത്തിന് ആഡംബര ഭ്രമം വരും. ഭയങ്കരമായിട്ട് സുഖിക്കണമെന്ന് തോന്നൽ വരും. എപ്പോൾ? ഷഹവത്തുകളുടെ അഡിക്റ്റുകളാകുമ്പോൾ, ഇച്ഛകളുടെ അടിമകളാകുമ്പോൾ, തെറ്റുകളും കുറ്റങ്ങളും ചെയ്യുമ്പോൾ അതാണ് സംഭവിക്കുന്നത്. അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ മാ കൊണ്ടും വെള്ളം കൊണ്ടും ഐസ് കൊണ്ടും തണുത്ത വെള്ളം കൊണ്ടും കഴുകണം എന്ന് പറയാനുള്ള കാരണം. മനസ്സിലായില്ലേ? ഇപ്പൊ ഇവിടെ ഹൃദയത്തിനാണ് മനുഷ്യൻ തെറ്റിയതുകൊണ്ട് ഹൃദയം എന്തായിട്ടുണ്ട്? ചൂടായിട്ടുണ്ട്. അപ്പൊ ആ ഹൃദയത്തെ തണുപ്പിക്കുവാൻ, അതാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശമെന്നാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു കൊടുത്തത്. മനസ്സിലായില്ലേ? അപ്പൊ തെറ്റുകളെ തണുപ്പിക്കലാണ് ഷഹവത്തുകളിലേക്ക് മനുഷ്യൻ പോകാതിരിക്കാൻ വേണ്ടത്. തണുപ്പിക്കണം. ഇത് ചൂടാവും തോറും ഷഹവത്തുകളുള്ള ആഗ്രഹം കൂടുമെന്നാണ്. അല്ലാഹു അലം. അതാണ് വഗ്സിൽഹു ബിൽ മാഇ വസ്സൽജി വൽ ബർദി എന്ന് പറയുന്നത്.
ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഒരാശയം വേറെ ഒന്നും കൂടി ഉണ്ട്. അദ്ദേഹം പറയുന്നത് ഈ തെറ്റുകൾ എന്ന് പറയുന്നത് അതിന് കിട്ടുന്ന ശിക്ഷ ചൂടുള്ളതാണ്. തെറ്റുകൾക്ക് കിട്ടുന്ന ശിക്ഷ എന്താണ്? നരകശിക്ഷയാണ്. നരകശിക്ഷക്ക് എന്താണ്? ചൂടാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് വെള്ളം ഐസ് എന്നൊക്കെ പറഞ്ഞത്. അവന് ആ നരകശിക്ഷ അവന് കിട്ടാൻ സാധ്യതയുള്ള നരകശിക്ഷയുടെ ചൂട് അവനെ ലഘൂകരിക്കണമേ, അവനെ ഇല്ലാതാക്കി കൊടുക്കണമേ എന്നാണ് വഗ്സിൽഹു ബിൽമാഇ വസ്സൽജി വൽ ബറദ്. അപ്പൊ രണ്ടാശയം മനസ്സിലാക്കി. ഒന്ന്, മനുഷ്യൻ തെറ്റ് ചെയ്യുമ്പോൾ, മനുഷ്യൻ ഇച്ഛക്ക് അടിമപ്പെടുമ്പോൾ അവന്റെ ഹൃദയം ചൂടായി പോകുന്നു, ഹൃദയം ദുർബലമായി പോകുന്നു, ഹൃദയത്തിന് ഭ്രമം വരുന്നു. ഇതിനെ തണുപ്പിക്കാനാണ്, ഈ ഹൃദയത്തെ തണുപ്പിച്ചു നിർത്തേണ്ടതുണ്ട്. അതാണ് വഗ്സിൽഹു ബിൽമാഇ വസ്സൽജി വൽ ബറദ് എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ വിവക്ഷ അല്ലെങ്കിൽ രണ്ടാമത്തെ ആശയം, തെറ്റുകൾക്കുള്ള ശിക്ഷ നരകമാണ്, നരകം ചൂടാണ്. ആ ചൂടിനെ തണുപ്പിക്കുക, ആ ചൂടിനെ ഇല്ലാതാക്കുക എന്നതാണ് വഗ്സിൽഹു ബിൽമാഇ വസ്സൽജി വൽ ബറദ് എന്ന് പറഞ്ഞത്. അടുത്തത് വനഖിഹി മിനൽ ഖതായാ കമാ യുനഖ അസ്സൗബുൽ അബ്യദു മിനദ് ദനസ്. അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണോ പഠിച്ചത്? കമാ നഖൈത അസ്സൗബ എന്നുണ്ട്. രണ്ടും കുഴപ്പമില്ല. വനഖിഹി അവനെ നീ പരിശുദ്ധമാക്കണമേ, വൃത്തിയാക്കണമേ. നഖ എന്ന് പറഞ്ഞാൽ നല്ലഫ എന്നാണ്. പൂർണ്ണമായ വൃത്തിയാണ് നഖ. പിന്നെ ഒന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ വൃത്തിക്കാണ് എന്ത് പറയും? നഖ. സാധാരണ വൃത്തിക്ക് നല്ലഫ പറയും, നല്ലാഫത്ത്. നഖ എന്ന് പറഞ്ഞാൽ പൂർണ്ണം, പിന്നെ ഒന്നും ഉണ്ടാവില്ല, ക്ലീൻ ആയിരിക്കും. വനഖിഹി മിനൽ ഖതായ. ആ പദത്തിൻ്റെയൊക്കെ ഉപയോഗം ഭയങ്കര രസമാണ്. മയ്യത്ത് മുമ്പിൽ വെച്ചിട്ട് നമ്മൾ പറയാണ് വനഖിഹി മിനൽ ഖതായ. ഖതായ പറഞ്ഞാൽ തെറ്റുകൾ. അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം? ഒരു തെറ്റും ഇവന്റെ എന്താക്കരുത്, അവശേഷിക്കരുത്. എല്ലാ തെറ്റുകളിൽ നിന്നും അവനെ നീ ശുദ്ധമാക്കണം. നഖി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി ശുദ്ധമാക്കലാണ്. നള്ളിഫ് എന്നല്ല പറഞ്ഞത്, ഇഗ്സിൽ എന്നല്ല പറഞ്ഞത്, നഖി എന്ന പറഞ്ഞു, പൂർണ്ണമായ ശുദ്ധീകരണം. എന്നിട്ട് പറയാണ് എങ്ങനെ ശുദ്ധിയാക്കണം? കമാ യുനഖ സൗബുൽ അബിയദ്. വെളുത്ത വസ്ത്രം ശുദ്ധിയാക്കപ്പെടാറുള്ളതുപോലെ മിനദ്ദനസി അഴുക്കിൽ നിന്ന്. കമാ യുനഖ സൗബുൽ അബിയദ് മിനദ്ദനസ്. വെളുത്ത വസ്ത്രം അഴുക്കിൽ നിന്ന് ശുദ്ധിയാക്കാറുള്ളതുപോലെ ശുദ്ധിയാക്കണം. അതെന്താ വെളുത്ത വസ്ത്രത്തിന് പ്രത്യേകത? നമ്മളൊരു കളർ ഡ്രസ്സ് കഴുകുകയാണെങ്കിൽ കെയർലെസ് ആയിട്ട് കഴുകാം. കളറിട്ട ഡ്രസ്സാണ് കഴുകണമെങ്കിൽ അതൊന്ന് വെള്ളത്തിലൊക്കെ ഇട്ടൊന്ന് മുക്കിയാൽ എന്താവും? അപ്പോൾ വെള്ളം അങ്ങനെയല്ല. വെള്ള ഡ്രസ്സിൽ ചെറിയൊരു കുത്തുണ്ടെങ്കിൽ അത് വേഗം കാണും. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ പച്ച കറുപ്പോന്നാണെങ്കിൽ അതുണ്ടാവില്ല. അതാണ് വെള്ള വസ്ത്രം എന്ന് പറയുന്നത്. ഇപ്പൊ ഇവൻ ആരായിരിക്കണം? ഒരു വെള്ള വസ്ത്രത്തിലുള്ള അടയാളം വൃത്തിയാക്കപ്പെടുന്നത് പോലെ, ഒരു അടയാളവുമില്ലാതെ ഒരു വെള്ള വസ്ത്രം പോലെ, തൂവെള്ള പോലെ ഇവനെ എന്താക്കണം? പരിശുദ്ധമാക്കണം അവന്റെ തെറ്റ്. എന്താണ് ആ പ്രാർത്ഥനയ്ക്ക് രസം? വനഖിഹി മിനൽ ഖതായ കമാ യുനഖ അസ്സൗബുൽ അബ്യദു മിനദ് ദനസ്. പിന്നെ വഅബ്ദിൽഹു ദാറൻ ഖൈറൻ മിൻ ദാരിഹി. വഅബ്ദിൽഹു അവന് നീ പകരം കൊടുക്കണം, ബദലാക്കണം. ബദൽ എന്ന് പറഞ്ഞാൽ അറിയാലോ. അബ്ദിൽഹു ദാറൻ ഒരു വീട് കൊടുക്കണം എന്നാ പറഞ്ഞു. ഖൈറൻ മിൻ ദാരിഹി അവൻ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടിനേക്കാൾ നല്ല വീട് കൊടുക്കണം. മനസ്സിലായില്ലേ? നമ്മൾ പോകുമ്പോ അങ്ങനെ വിചാരിക്കണം, ഇത്ര നല്ല സൗകര്യം എനിക്ക് എവിടെ കിട്ടുക എന്നാണ്. ഞാനിപ്പോ ഏത് ഹോട്ടലിൽ താമസിച്ചാലും എന്റെ വീട്ടിലെ ആ സൗകര്യം
കിട്ടൂലല്ലോ. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കണം എന്താണ്? അബ്ദിൽ ഹുദാറൻ ഖൈറൻ മിൻ. എന്തുകൊണ്ടാണ്? ഇവൻ ഇപ്പോൾ ഉള്ള ദാറുദ്ദുനിയയാണ്, ദാറുൽ ഫനാ അല്ലേ, ദാറുൽ മിഹൻ ആണ്. പരീക്ഷണങ്ങളുടെ വീട്ടിലാണ് അവനുള്ളത്. നശിച്ചു പോകുന്ന വീട്ടിലാണുള്ളത്, പൊളിഞ്ഞു പോകുന്ന വീട്ടിലാണ്, കേടുവരുന്ന വീട്ടിലാണ് അവനുള്ളത്. പോണത് എങ്ങോട്ടാ? ദാറുൽ ബർസഖിലേക്ക്, ദാറുൽ ബർസഖിലേക്ക്. ആ വീട് ഈ വീടിനേക്കാൾ എന്തുകൊണ്ടും എന്താണ് നല്ലതാണ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. കാരണം മരണത്തോടു കൂടി അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവൻ ഖബറിലെത്തിയാൽ, അവന്റെ ഖബറിലെ വിചാരണ കഴിഞ്ഞാൽ പിന്നെ കൽപ്പിക്കപ്പെടുന്നത് അഫ്രിഷു ഫർഷം മിനൽ ജന്ന, സ്വർഗത്തിലെ വിരിപ്പവന് വിരിച്ചു കൊടുക്കണം, സ്വർഗത്തിൽ നിന്നൊരു വാതിൽ അവന് തുറന്നു കൊടുക്കണം എന്നൊക്കെയാണ്. ഇവിടെ എന്തായിരുന്നു? ഇവിടെ രോഗം, കടം, പ്രശ്നം, അധ്വാനം, ബുദ്ധിമുട്ട്. അതാണ് അബ്ദിൽ ഹുദാറൻ ഖൈറൻ മിൻ. നമ്മൾ എത്ര നല്ല ദുനിയാവിൽ എത്ര നല്ല വീട്ടിൽ നിന്ന് പോവുകയാണെങ്കിലും നമ്മളിത് പ്രാർത്ഥിക്കണം. നമ്മൾ ചിലപ്പോൾ അത് മയ്യത്ത് മുമ്പിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആലോചിക്കും, ഇവന് ഇതിനേക്കാൾ നല്ല വീട് കിട്ടുമോ? കിട്ടും. ഇതൊരു വീടല്ലേ, ഇതൊരു വീടല്ല, ഇതൊരു സത്രമായിരുന്നു. താൽക്കാലികമായി തങ്ങാൻ ഉണ്ടാക്കിയ ഒരു സത്രം. അതാണ് അബ്ദിൽ ഹുദാറൻ ഖൈറൻ മിൻ ദാരിഹി. നമ്മൾ വേറെ ആളുകൾക്ക് ദുആ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കണം, നമ്മൾ ഖബറിൽ ഇതിനേക്കാൾ സുഖമായിരിക്കും. അതാണ് ഖബറിൽ ദുനിയാവിനേക്കാൾ എത്രയോ സുഖമായിരിക്കും. പിന്നെ അടുത്തതാണ് കുറച്ച് കടുപ്പുള്ള വാചകം. വ അഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി. അഹ്ല് എന്ന് പറഞ്ഞാൽ കുടുംബം എന്നാണ്. അഹ്ല അഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി. ഇവന്റെ കുടുംബത്തെക്കാൾ നല്ല കുടുംബത്തെ അവന് നീ നൽകണമേ എന്നാണ്. ആരാ പ്രാർത്ഥിക്കണ അറിയോ? ഭർത്താവ് ഭാര്യക്ക് പ്രാർത്ഥിക്കും, ഭാര്യ ഭർത്താവിന് പ്രാർത്ഥിക്കും. ഏതെങ്കിലും ഭാര്യ ഭർത്താവോ ആ വാചകം വെട്ടിക്കളയിലൊന്നുമില്ല. അപ്പൊ എന്തായിരിക്കും? അഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി. ഞാൻ അതോടെ കേട്ടെ. അഹ്ൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് അർത്ഥമുണ്ട്. കുടുംബക്കാര് വാപ്പയാകാം, ഉമ്മയാകാം, അമ്മായിയാകാം, അളാപ്പയാകാം, കുട്ടികളാകാം, ഒക്കെ ആകാം. അടുത്തതോ വസൗജൻ ഖൈറൻ മിൻ സൗജിഹി. അതെങ്ങനെ പ്രാർത്ഥിക്കുക? വസൗജൻ ഖൈറൻ മിൻ സൗജിഹി. ഇപ്പോൾ ഇവനുള്ള അല്ലെങ്കിൽ അവൾക്കുള്ള ഇണയേക്കാൾ നല്ല ഇണയെ നീ നൽകണമേ. വസൗജൻ ഖൈറൻ മിൻ. അപ്പൊ ആദ്യത്തെ അഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി, നല്ല കുടുംബം നൽകണം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതോ ഒരു തരത്തിലുള്ള, നമുക്ക് എങ്ങനെയെന്ന് പറയാൻ പറ്റില്ല, ദുനിയാവിലുള്ള കുടുംബം, ദുനിയാവിലുള്ള കുടുംബ സംവിധാനം, ഇതൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. നമ്മൾ ചിലരെങ്കിലും ആസ്വദിക്കണ്ടല്ലോ കുടുംബം, ചിലരെങ്കിലും, എല്ലാവരും അല്ല, ചിലർക്ക് കുടുംബ പ്രശ്നമാണ്. മനസ്സിലായില്ലേ? ഈ രീതിയിലല്ലെങ്കിലും വേറെ ഏതോ രീതിയിലുള്ള ഈ കുടുംബവും ആസ്വാദനങ്ങളൊക്കെ എവിടെയുണ്ട്? ബർസഖിലുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷെ അതൊക്കെ എങ്ങനെയായിരിക്കും നമുക്കറിയാം. ബർസഖിന് എന്താന്ന് നമുക്ക് അറിയില്ല. പിന്നെ നമ്മൾ അതെങ്ങനെയായിരിക്കും ആലോചിക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതായാലും ദുആ ചെയ്ത് പഠിപ്പിക്കുകയാണ്. വ അഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി. ഇവിടെയുള്ള കുടുംബക്കാരെക്കാൾ നല്ല കുടുംബക്കാരെ നൽകണം. അപ്പൊ ബർസഖിയായ ജീവിതത്തിലും അവിടുന്ന് അങ്ങോട്ട് ബർസഖ് അവസാനിച്ചാൽ ആഖിറത്തിലെ ജീവിതത്തിലും ഒക്കെ എന്തായിരുന്നാലും ഈ ഒരു അനുഭവങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. മലക്കുകൾ തന്നെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഉണ്ടല്ലോ, സ്വർഗത്തിലേക്ക് ആരെ പ്രവേശിപ്പിക്കണമെന്ന് അവരെയും
വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം. ഓ, അവന്റെ മാതാപിതാക്കളെ, അവന്റെ അല്ലെങ്കിൽ അവളുടെ ഇണകളെ, അവന്റെ മക്കളൊക്കെ അവന്റെ കൂടെ എന്താക്കണം? സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണേ എന്ന് മലക്കുകൾ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന്. അപ്പൊ ഇങ്ങനൊരു സംവിധാനമൊക്കെ യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ ഭാഗമായിരിക്കും എല്ലായിടത്തും ഉണ്ടാവുന്നു. ശരി, എന്താണ് ഈ വസൗജൻ ഖൈറൻ മിൻ സൗജിഹി എന്ന് പറഞ്ഞാൽ? അതെങ്ങനെ പ്രാർത്ഥിക്കുക? അതെങ്ങനെ കഴിയോ? നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഭാര്യ മരിച്ച ആൾക്കാരൊക്കെ പറയും അങ്ങനത്തെ. ഭർത്താവ് മരിച്ച പെണ്ണുങ്ങളും പറയാറുണ്ട് അങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നർത്ഥം. ഇവിടെ സൗജൻ ഖൈറൻ മിൻ സൗജിഹി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ സ്വർഗത്തിലുള്ള ഇണകളാണ്. ആണായാലും പെണ്ണായാലും സ്വർഗത്തിലുള്ള ഇണകളാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി? അപ്പൊ വേറൊരു പേടി വേണ്ട പ്രാർത്ഥിക്കുമ്പോൾ. സൗജൻ ഖൈറൻ മിൻ സൗജി എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലുള്ള ഇണകളാണ്. മനസ്സിലായില്ലേ? അതാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം. സ്വർഗത്തിൽ പുരുഷന്മാർക്ക് ഹൂറുൽ ഐനുകളുണ്ട്. ഹൂറുൽ ഐനുകൾ. ഒരു മനുഷ്യൻ വിവാഹം ചെയ്തു, എന്നിട്ട് ഒരു പെണ്ണിനെ വിവാഹം ചെയ്തു. ഉദാഹരണം, വമാത്തത് അലൽ ഈമാൻ, അവൾ ഈമാനോടുകൂടിയാണ് മരണപ്പെട്ടത് എങ്കിൽ ഫഇന്നഹാ തകൂനു സൗജതുഹു ഫിൽ ആഖിറ, ആഖിറത്തിലും ഇയാൾക്ക് ഇവളെ ഇണയായി കിട്ടും. വേണമെങ്കിലാട്ടോ പറയുന്നത്, മാ തഷ്തഹി അൻഫുസുകും, ആഗ്രഹിക്കുന്നതാണ് അവിടെ. അപ്പൊ അങ്ങനെ കിട്ടുമെന്നർത്ഥം. അപ്പൊ പിന്നെ വേറൊരു ചോദ്യം ഉണ്ടാകുക എന്താ വെച്ചാൽ, ദുനിയാവിലുള്ള എൻ്റെ ഭാര്യയേക്കാൾ, എൻ്റെ ഭർത്താവിനേക്കാൾ എങ്ങനെയാണ് ഖൈറൻ എന്ന് പറഞ്ഞത് എങ്ങനെയാകാം? മനസ്സിലായില്ലേ? അത് എങ്ങനെയാന്ന് ചോദിച്ചാൽ അതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഖൈറൻ ഫിസ് സിഫാത്തി വൽ ജമാൽ എന്നാണ്. ഖൈറൻ ഫിസ് സിഫാത്തി വൽ ജമാൽ, സിഫത്തിലും ജമാലിലും ഖൈറായത്. സമയമെങ്കിൽ പറയണ്ട. സിഫത്തിലും ജമാലിലും. സിഫത്ത് എന്ന് പറഞ്ഞാൽ ഗുണങ്ങൾ, ജമാൽ എന്ന് പറഞ്ഞാൽ സൗന്ദര്യം. അതാണ് സൗജൻ ഖൈറൻ മിൻ സൗജിഹി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു അഅലം. ഏതായാലും ഭയങ്കരമായ പ്രാർത്ഥനയാണ്. സൗജൻ ഖൈറൻ മിൻ സൗജിഹി. പിന്നെ വഅദ്ഖിൽഹുൽ, അവനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. അപ്പൊ സ്വർഗത്തിലേക്ക് തന്നെയാണ് എന്താകണേ? ഖബറിലേക്ക് നമ്മൾ വെക്കുന്നതോടുകൂടി പോകുന്നത് എങ്ങോട്ടാണ്? സ്വർഗത്തിലേക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് ഖബറിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാക്കി പറഞ്ഞു തന്നല്ലോ. ഒന്ന് റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന, അല്ലെങ്കിൽ ഹുഫ്റത്തുൻ മിൻ ഹുഫരിൻ നീറാൻ. രണ്ടാൽ ഒന്നായിരിക്കും ഖബർ. ഒന്നുകിൽ റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തിൽ നിന്നുള്ള ഒരു തോപ്പ്, ഒരു ഭാഗം, സ്വർഗത്തിന്റെ ഒരു ഭാഗമാവും ഖബർ. അങ്ങനെയാണെങ്കിൽ നമ്മളെ ഖബർസ്ഥാനിലൊക്കെ എന്തുണ്ട്? സ്വർഗമുണ്ട് എന്നർത്ഥം. അതല്ലെങ്കിൽ ഹുഫറത്തുൻ മിൻ ഹുഫരിൻ നീറാൻ, നരകത്തിന്റെ ഒരു കുഴിയാകും ഖബറിലുള്ള ഭാഗം. അപ്പൊ വദ്ഖിൽഹുൽ ജന്ന എന്ന് പറയുമ്പോൾ ആ പ്രാർത്ഥന വളരെ വിശാലമായ ഒന്നാണ്. അവനെ നീ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ എന്ന് പറഞ്ഞാൽ, വഅഇദ്ഹു, അടുത്ത വാചകം അതാണ്. വഅഇദ്ഹു, അവനെ നീ കാവൽ നൽകണമേ. അഇദ്ഹു, അഊദു നമുക്കറിയാലോ, അഊദു ബില്ലാഹി മിനശ് ശൈത്താൻ, അതന്നെയാണ് അഅദ അഇദ്, അതിന്റെ കൽപ്പനക്രിയയാണ്. അഇദ്ഹു, അവനെ നീ കാവൽ നൽകണമേ. എന്തിൽ നിന്ന്? മിൻ അദാബിൽ ഖബർ, അദാബുൽ ഖബറിൽ നിന്ന്, ഖബറിലെ ശിക്ഷ.
ഖബർ സ്വർഗമോ നരകമോ ആകുമെങ്കിൽ ഖബറിൽ എന്തുണ്ടാവും? ശിക്ഷ ഉണ്ടാവും. മനസ്സിലായി? അതെങ്ങനെയായിരിക്കും? അതറിയില്ല. ഇതിനെപ്പറ്റി വല്ലാതെ ഗവേഷണത്തിന് പോണ്ട, കാരണം അത് ഗൈബിയായ വിഷയമാണ്. അദാബുൽ ഖബർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടെന്ന് ഉറപ്പാണ്. അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാവലിന് തേടാൻ വേണ്ടി ആവശ്യപ്പെടില്ലല്ലോ. നമ്മളോട് നമസ്കാരത്തിന്റെ അത്തഹിയ്യാത്തിലും കാവലിന് തേടാൻ വേണ്ടി പറഞ്ഞ വിഷയമാണല്ലോ എന്ത്? അദാബുൽ ഉണ്ട്. മനസ്സിലായില്ലേ? നമ്മൾ കാണുന്നില്ല എന്നുള്ളതുകൊണ്ട് ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ രണ്ട് ശിക്ഷയിൽ നിന്നും അവന് നീ കാവൽ നൽകണം. മനസ്സിലായില്ലേ? ഇതാണ് നമ്മൾ സാധാരണ ചെല്ലുന്ന പ്രാർത്ഥന. ഈ പ്രാർത്ഥന തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലിയിരുന്നത്. ഈ പ്രാർത്ഥന കേട്ടപ്പോഴാണ് ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചത്, ഞാനായിരുന്നുവെങ്കിൽ ആ മയ്യത്ത്